വിലക്കയറ്റം നേരിടാൻ ആവശ്യമായ നടപടികളെടുത്തിട്ടുണ്ട്. 13 ഇനം അവശ്യ വസ്തുക്കൾ ഉറപ്പുവരുത്തും. ആ പറഞ്ഞ സാധനങ്ങൾ ഏതെങ്കിലും സമയത്തില്ലാതിരുന്നാൽ, അതുപോലെ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ വില ഈടാക്കിയാൽ, ക്വാളിറ്റി മോശമായിരുന്നാൽ അതിനെ വളരെ ഗൗരവമായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. KPCC പ്രസിഡന്റിന്റെ കത്ത് പോസിറ്റീവായാണ് കാണുന്നത്. KPCC പ്രസിഡന്റിൻ്റെ കത്തെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കത്താണ്. അത് ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ആ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷന് ആ കാര്യത്തിൽ വളരെയധികം ജാഗ്രതയും താല്പര്യവും ഉണ്ടെന്ന് ആണ് ആ കത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. PSC ലിസ്റ്റ് നിലവിലില്ലാത്ത സാഹചര്യം ഒഴിവാക്കാൻ കാലാവധി 4.5 വർഷമായി നീട്ടാൻ തീരുമാനിച്ചു. പുതിയ ലിസ്റ്റ് വരുന്നത് വരെയോ 4.5 വർഷം ലിസ്റ്റിന് കാലാവധി എത്തുകയോ അതുവരത്തേക്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണം. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ അനധ്യാപക നിയമനം PSCക്ക് വിടും. സിന്ധു രക്ഷക് അപകടത്തിൽ മരിച്ച മലയാളി ജവാന്മാരുടെ കുടുംബത്തിന് 5 ലക്ഷം വീതവും താനൂർ ബസ് അപകടത്തിൽ മരിച്ചവരുടെ വീട്ടുകാർക്ക് 3 ലക്ഷവും നൽകും. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് 3 ലക്ഷം വീതം നൽകാനും സർക്കാർ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു.